പരസ്യമായി പ്രഖ്യാപിക്കുകയും ഹൃദയത്തിൽ അത് വിശ്വാസമായി രൂഢമൂലമാവുകയും അവന്റെ അമലുകളിൽ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഈ രണ്ട് ഷഹാദത്തുകളും ഉണ്ടാവുകയും ചെയ്യാതെ ഒരാൾക്ക് ഒരു മുസ്ലിമായ വാപ്പാന്റെ ഉമ്മാന്റെ മകനായി പിറന്നാൽ മുസ്ലിം ആകാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അതാണ് ഇസ്ലാമിന്റെ തത്വം. ഒരു കാഫറായ വാപ്പാന്റെ ഉമ്മാന്റെ മകനായാൽ ഒരാൾക്ക് മുസ്ലിമാകാൻ കഴിയും. ഈ രണ്ട് ഷഹാദത്തുകൾ മനസ്സിലാക്കി അവൻ ഉരുവിടുകയും അതിനോട് യോജിച്ച ജീവിതം അവൻ നയിക്കുകയും തൗഹീദിൽ ജീവിക്കുകയും ചെയ്താൽ കാഫറായ വാപ്പാന്റെ ഉമ്മാന്റെ മക്കൾക്ക് മുസ്ലിമാകാൻ കഴിയും, റസൂലാകാൻ വരെ കഴിയും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയും കാഫറാണ്, ഉമ്മയും കാഫറാണ്, പക്ഷെ അദ്ദേഹം മുസ്ലിമാണ്. അപ്പം വാപ്പ കാഫറായതുകൊണ്ട് ഒരാൾക്ക് ഇസ്ലാം തടയപ്പെടുന്നില്ല. വാപ്പ മുസ്ലിം ആയതുകൊണ്ട് മക്കൾ മുസ്ലിം ആകണം എന്നുമില്ല. അതുകൊണ്ട് വിശ്വാസമാണ്, അല്ലാതെ ജന്മമല്ല. വിശ്വാസവും കർമ്മവുമാണ് ഇസ്ലാമിന്റെ ആധാരം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഷഹാദത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യമേയുള്ളൂ, അള്ളാഹുവെ മാത്രം ആരാധിക്കുക. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ല സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു സൃഷ്ടികളെ ആരാധിക്കാൻ വേണ്ടി ആരെയും സൃഷ്ടിച്ചിട്ടില്ല. സ്രഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അത് സാക്ഷ്യം വഹിക്കണം. ആദ്യം അള്ളാഹുവെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. രണ്ടാമതായി നമ്മുടെ കർമ്മങ്ങൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി അത് നമ്മൾ ഒരൊറ്റ മാർഗം സ്രോതസ്സിലും സ്വീകരിക്കണം. നമ്മളൊരു മുസ്ലിം, അള്ളാഹുവിന് കീഴ്പ്പെടുന്ന ഒരു മുസ്ലിം, ഇസ്ലാം സ്വീകരിക്കുന്ന ഒരാൾ അവന്റെ ജീവിതത്തിന്റെ ആരാധനകളും സംസ്കാരങ്ങളും സ്വഭാവ മര്യാദകളും, എന്തിനവന്റെ വസ്ത്രധാരണവും കച്ചവടവും കല്യാണവും അവന്റെ കുടുംബജീവിതവും അവന്റെ പെരുമാറ്റങ്ങളും എല്ലാം സ്വീകരിക്കുന്നത് ഒരൊറ്റ സ്രോതസ്സിൽ നിന്നായിരിക്കണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ആ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ഏകമായ മാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കുക. രണ്ടാമത്തത് ഏകമാർഗത്തിലൂടെ സഞ്ചരിക്കണം. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിച്ചിരുന്ന മാർഗമാണ്.